പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പ്രഭാഷണ പരമ്പരകൾ നടന്നു വരുന്ന ഈ വേദിയിൽ ഇന്ന് അഹല്യയെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ സരോജ അയ്യർ ജിയാണ്. സരോജാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്കാരം. ഇന്ന് രാമായണത്തിലെ കഥാപാത്രങ്ങളിൽ അഹല്യയെക്കുറിച്ച് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഓരോരോ കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര കഥാപാത്രങ്ങളാണ് രാമായണത്തിൽ, അല്ലേ? എത്ര സ്തുതികളാണ് രാമായണത്തിൽ. അങ്ങനെ നമുക്ക് അഹല്യയുടെ സ്തുതി കുറച്ച് ഒന്ന് കേട്ടിട്ട് അഹല്യയെപ്പറ്റി കുറച്ച് പറയാം എന്നാണ് ഞാൻ കരുതുന്നത്. ജ്ഞാനഘോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്നപാം സുലേശമെനിക്കില്ലല്ലോ. സിദ്ധിച്ചു ഭഗവൽ അതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം. അങ്ങനെ എത്ര സ്തുതിച്ചാലും മതി വരാത്ത ആ അഹല്യസ്തുതി. ഇനി അഹല്യയെപ്പറ്റി നമുക്ക് കുറിച്ച് കേൾക്കാം, അറിയാം. ഗൗതമ മഹർഷിയുടെ ഭാര്യയാണ് അഹല്യ. അഹല്യ ബ്രഹ്മാവിൻ്റെ മകളാണെന്ന് ഒരിടത്ത് പറയുന്നുണ്ട്. പുരുവംശത്തിലെ രാജകുമാരി എന്നും പറയുന്നു. ഏതായാലും അതിസുന്ദരിയാണ്. സൗന്ദര്യം പലപ്പോഴും അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തും എന്നും പറയുന്നു. ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യത്തെയാണ് പറയുന്നത്. ഭഗവാൻ ചിലവർക്ക് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ദേവേന്ദ്രൻ അഹല്യയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി. അതീവ സുന്ദരിയായതുകൊണ്ട് അങ്ങനെ ആഗ്രഹമുണ്ടായത് എന്നും കഥയിൽ പറയുന്നു. നദിയിൽ നിന്ന് വെള്ളമെടുത്തു കൊണ്ടുപോകുന്ന ആ സൗന്ദര്യധാമത്തെ ഇന്ദ്രനയനങ്ങൾ പിന്തുടർന്നു. എത്തിയത് ഗൗതമ മുനിയുടെ ആശ്രമത്തിലായിരുന്നു. അതിശുഷ്ക ശരീരനായ ഈ മുനിയാണോ ഇവളുടെ ഭർത്താവ്? ഇന്ദ്രൻ അത്ഭുതപ്പെട്ടുപോയി. ഒപ്പം അഹല്യയെ എങ്ങനെയും പ്രാപിക്കണം എന്ന ഒരു മോഹവും ഉണ്ടായി. അതിനൊരു സൂത്രവും കണ്ടെത്തി. പാതിരാ നേരത്ത് ആശ്രമ വളപ്പിൽ ഒരു പൂവൻകോഴി കൂകി. നമ്മളെല്ലാവരും കോഴി കൂവുമ്പോൾ ഉണരുന്നവരാണല്ലോ, അല്ലേ? അതുപോലെ തന്നെ അത് കേട്ട ഉടനെ മുനി, ഇന്ന് ബ്രാഹ്മമുഹൂർത്തമായോ? ബ്രാഹ്മമുഹൂർത്തമായാൽ ഗംഗാനദിയിൽ എത്തി കുളിച്ചു വരണം, ഹോമധ്യാനാദികൾ തുടങ്ങണം എന്നതാണ് പതിവ് മുനിയുടെ. നദിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നോടിയായി നദിയെ തൊട്ട് വന്ദിച്ച ഗൗതമൻ ഒരു ഞെട്ടൽ കൈവലിഞ്ഞു. എന്താണ് കാരണം? ഗംഗ ഉണർന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത്ര നേരം പൂവൻകോഴി ഇത്ര നേരത്തെ കൂവിയത്? ഒരു നിമിഷം കണ്ണടച്ചു നോക്കി. മുനിമാരല്ലേ, പ്രകൃതി മുഴുവൻ ഉറക്കത്തിലാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ പ്രകൃതിയും അതിൻ്റെ ഒപ്പം ഉണരുമെന്നാണ് ശാസ്ത്രം. ഇന്ന് ആരും ഉണങ്ങിയിട്ടില്ല, പ്രകൃതി തന്നെ ഉറക്കത്തിലാണ്. തനിക്ക് തെറ്റുപറ്റിയോ? ഇനി ഞാൻ ചതിക്കപ്പെട്ടുവോ? മുനിയല്ലേ. ഗൗതമ മുനി തിരികെ ആശ്രമത്തിലേക്ക് പോയി. കുളിച്ചില്ല, സ്നാനം ചെയ്തില്ല. മുറ്റത്തെത്തിയപ്പോൾ അകത്തുനിന്ന് തന്നെ പോലെ ഒരാൾ ഇറങ്ങി വരുന്നത് കണ്ടു. അദ്ദേഹം അമ്പരന്നു. നീ ആര്? സത്യം പറയൂ. ഗൗതമൻ അലറുകയാണ് ചെയ്തത്. പതുക്കെ ചോദിക്കുകയല്ല, അലറുകയാണ് ചെയ്തത്. കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബോധ്യമായ ദേവേന്ദ്രൻ
സ്വന്തം രൂപം വെളിപ്പെടുത്തി. കോപിഷ്ഠനായ മുനി ദേവേന്ദ്രനെ ശപിച്ചു. ബഹളം കേട്ടുവന്ന അഹല്യയും മുനിയുടെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലല്ലോ, അവൾ അവളുടെ ഭർത്താവാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവളെയും അദ്ദേഹം ശപിക്കുകയാണ് ഉണ്ടായത്. നീ ഇവിടെ ഒരു ശിലയായി തീരട്ടെ. മഞ്ഞും മഴയും വെയിലുമേറ്റ് ദീർഘകാലം അവിടെ കഴിയുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുജനോടൊത്ത് ഈ വഴി വരും. അന്ന് രാമപാദ സ്പർശമേറ്റ് നീ ശാപമുക്തിയാകും. ഭർത്താവ് പറഞ്ഞ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എപ്പോഴും ഈ മന്ത്രം ഉരുക്കഴിച്ചുകൊണ്ട് അഹല്യ മുനിപാദങ്ങളിൽ നമസ്കരിച്ചു. ഉടനെ അവളൊരു ശിലയായി മാറി. ആ നിലയിൽ വർഷങ്ങൾ നീണ്ട തപസ്സായി. വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി ശ്രീരാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ അവരുമായി മിഥിലയിലേക്ക് നടന്നു. അപ്പോൾ വഴിവക്കിൽ ആരുടെയും കൗതുകം ഉണർത്തി നിൽക്കുന്ന ഒരു ശിലയ്ക്ക് പോലും അത്രയും കൗതുകമുണ്ടെങ്കിൽ എന്തായിരിക്കും ഗൗതമപത്നി ആയ അഹല്യയുടെ സൗന്ദര്യം എന്ന് മനസ്സിലാക്കുക. ഒരു ശിലയുടെ അതികൗതുകമുണർത്തുന്ന ശിലയാണത്. അങ്ങനെയുള്ള ആ ശിലയുടെ മുൻപിൽ നിന്നുകൊണ്ട് മഹർഷി കഥകളെല്ലാം വിവരിച്ച് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. ശ്രീരാമചന്ദ്രൻ തൻ്റെ വലതു പാദത്താൽ ശിലയെ ഒന്ന് തൊട്ടതേയുള്ളൂ. അത് ഒരു സുന്ദരിയായി ഉണർന്നു. തപസ്വിയായ അഹല്യ അവൾ ശ്രീരാമനെ ഭക്തിപൂർവം സ്തുതിച്ചു. ആ സ്തുതിയാണ് തുടക്കത്തിൽ നമ്മൾ കുറിച്ച് കേട്ടത്. യാതൊരു പാദാംബുജമായിരുന്നിതു വേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും, യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ, ചേതസ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീ രമണനും ഭാരതീ ദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വകം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.